മക്കളെ നമസ്കാരം. നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ 4.2 ഇതിനകത്ത് ലെബേക്ക് ഇൻ്റഗ്രൽ എന്ന കൺസെപ്റ്റിനെ കുറിച്ച് തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തത് റീമാൻ ഇൻ്റഗ്രേഷൻ എപ്പോഴാണ് വർക്ക് ചെയ്യുക, ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആയിരിക്കണം, കൂടാതെ അപ്പർ ഇൻ്റഗ്രലും ലോവർ ഇൻ്റഗ്രലും ഈക്വലും ആവണം. ഇനി ആ റീമാൻ ഇൻ്റഗ്രേഷനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേമിലേക്ക് നമ്മൾ മാറ്റുകയുണ്ടായി. അതായത് അപ്പർ ഇൻ്റഗ്രലിനെയും ലോവർ ഇൻ്റഗ്രലിനെയും സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഡിഫൈൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ലെബേക്ക് ഇൻ്റഗ്രൽ എന്ന കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറേ സ്റ്റേജുകളിലൂടെയാണ്. ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക, പിന്നീട് സിമ്പിൾ ഫംഗ്ഷൻ, ദെൻ അതിന് മുകളിലായിട്ട് നമ്മൾ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ, അതായത് മെഷറബിളുമാണ് ബൗണ്ടഡ് ആവുന്ന കൺസെപ്റ്റ് അപ്ലൈ ചെയ്യും, ദെൻ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷന് അപ്ലൈ ചെയ്യും, ദെൻ റിയൽ വാല്യൂഡ് കേസ്. അപ്പോൾ നമ്മൾ 5 കേസുകളായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം സ്റ്റെപ്പ് ഫംഗ്ഷൻ, ദെൻ സിമ്പിൾ ഫംഗ്ഷൻ, ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ, നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആൻഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലെബേക്ക് ഇൻ്റഗ്രേഷൻ എന്താണെന്ന് നോക്കാം. ലെറ്റ് us given a ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനാണ് ചെയ്യുന്നത്. ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ലെബേക്ക് ഇൻ്റഗ്രൽ നോക്കുന്നതിന് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം. ഒരു സെറ്റ് ഈ മെഷറബിൾ ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ സെറ്റിൽ 1ഉം അതിൻ്റെ കോംപ്ലിമെൻറ്റിൽ 0യുമായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ ലെബേക്ക് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ലെബേക്ക് ഇൻ്റഗ്രൽ ഓഫ് കൈ ഈക്വൽ ടു മെഷർ ഓഫ് ഇ എന്ന് എഴുതുക. അപ്പോൾ ലെബേക്ക് ഇൻ്റഗ്രേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ആ ഫംഗ്ഷൻ മാത്രമേ എഴുതാറുള്ളൂ, ഡി എക്സ് ഒന്നും അങ്ങനെയൊന്നും സാധാരണ നിരക്ക് എഴുതാറില്ല. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ കൈ മീൻസ് ലെബേക്ക് ഇൻ്റഗ്രൽ ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കൈ ഈക്വൽ ടു മെഷർ ഓഫ് ഇ എന്നാണ് ഡിഫൈൻ ചെയ്തത്. ഇത് ഉപയോഗിച്ചിട്ടാണ് മറ്റെല്ലാ ഫംഗ്ഷൻസും ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ഇനി ഒരു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ലെബേക്ക് ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ ആ മെഷർ ഓഫ് ഇ ഫൈനൈറ്റ് ആയിരിക്കണം. മെഷർ ഓഫ് ഇ ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് കൈ ഈസ് ലെബേക്ക് ഇൻ്റഗ്രബിൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ലെബേക്ക് ഇൻ്റഗ്രലും ഇൻ്റഗ്രബിളും രണ്ടാണ്. ലെബേക്ക് ഇൻ്റഗ്രൽ വാല്യൂ ഇവിടെ ഫൈനൈറ്റ് കിട്ടുമ്പോഴാണ് അതിനെ നമ്മൾ ലെബേക്ക് ഇൻ്റഗ്രബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ലെബേക്ക് ഇൻ്റഗ്രലിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ഇയിലെയും ഈ കോംപ്ലിമെൻറ്റിലേക്ക് മാറ്റാം. അതായത് ലെബേക്ക് ഇൻ്റഗ്രൽ ഓഫ് കൈ ക്യാൻ ബി റിട്ടൺ ആസ് ലെബേക്ക് ഇൻ്റഗ്രൽ ഓഫ് കൈ ഓവർ ഇ കോംപ്ലിമെൻറ്റ് പ്ലസ് ലെബേക്ക് ഇൻ്റഗ്രൽ ഓഫ് കൈ ഓവർ ഇ എന്ന് വിളിക്കാം. ബട്ട് ഈ കോംപ്ലിമെൻറ്റിലെ വാല്യൂ 0 ആയി പോകും. ഇൻ്റഗ്രൽ ഓവർ ഈ കൈ എന്ന് മാത്രമായി മാറും. പക്ഷേ ഇയിൽ കൈയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ 1 കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 1 ഇൻറ്റു മെഷർ ഓഫ് ദാറ്റ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഒരു സിമ്പിൾ ഫംഗ്ഷൻ പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. സിമ്പിൾ മെഷറബിൾ ഫംഗ്ഷൻസ് മീൻസ് ഇറ്റ് ഹാസ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇമേജസ് ആൻഡ് ഇറ്റ് ഈസ് മെഷറബിൾ ഓൺ എ മെഷറബിൾ സെറ്റ് ഇ. ഇപ്പോൾ ഈ ഒരു മെഷറബിൾ സെറ്റാണ്. അതിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന ഒരു സിമ്പിൾ ഫംഗ്ഷൻ മീൻസ് അത് മെഷറബിൾ ആയിരിക്കണം, അതിന് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇമേജസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ A1 A2 എക്സെട്ര AN ആണ് അതിൻ്റെ ഇമേജ് എങ്കിൽ അതിനെ നമുക്ക് ഇനി A1 എക്സിസ്റ്റ് ചെയ്യുന്ന സെറ്റ് E1ലും A2 ഉണ്ടാവുന്നത് E2ലും, അതായത് A1 ഉപയോഗിച്ചാണ് E1 കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്കറിയാമെങ്കിൽ എ വെരി സിമ്പിൾ ഫംഗ്ഷൻ ഹാസ് എ കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ഇൻ ടേംസ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസ്. അതുണ്ടാക്കാൻ നമുക്കറിയാം. അപ്പോൾ ഈ നമ്മൾ ഇമേജസ് ഉപയോഗിച്ചുകൊണ്ട് പാർട്ടീഷൻ ചെയ്യും. ഇപ്പോൾ A1 A2 എക്സെട്ര AN ആർ ദ ഇമേജസ് ഓഫ് ദി സിമ്പിൾ ഫംഗ്ഷൻ psi on E. Then using that images A1 A2 etc. AN we can identify new subsets of E as E1 is equal to phi inverse of A1, E2 equal to phi inverse of A2 etc. En equal to phi inverse of An. Then such sets are pairwise disjoint and their union is equal to E. Then our canonical representation is of the form psi of x is equal to sigma equal to 1 to n A into chi E of x എന്ന് വിളിക്കാം. Okay, this is a canonical representation. If you have such a canonical representation, then its Lebesgue integral can be identified as integral over E psi equal to summation I varies from 1 to n ai into measure of ei. ഇങ്ങനെയാണ് സിമ്പിൾ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ സിമ്പിൾ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂവിൽ കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ അറിയില്ലെങ്കിലും നമുക്ക് ഇമേജസ് മാത്രം അറിയുകയാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ കണ്ടെത്താൻ പറ്റുമെന്നാണ് ലെമ്മ 1 പറയുന്നത്. അപ്പോൾ കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ആവണമെങ്കിൽ പെയർവൈസ് ഡിസ്റ്റൻസ് സെറ്റുകളുടെ യൂണിയൻ ഇ എന്ന് കിട്ടണം. ആ E1ലായിരിക്കണം A1 കിട്ടേണ്ടത്, E2ലായിരിക്കണം A2 കിട്ടേണ്ടത്, എക്സെട്ര ENലായിരിക്കണം AN കിട്ടേണ്ടത്. അപ്പോൾ ആ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ആവും. അങ്ങനെ അല്ലാത്ത കേസിൽ നമുക്ക് ഇൻ്റഗ്രൽ കണ്ടെത്താമെന്നാണ് പറയുന്നത് ലെമ്മ 1. ലുക്ക് അറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ്.
that EI, I varies from 1 to n be a finite disjoint collection of measurable subsets of a set of finite measure E. അപ്പോൾ ഇയുടെ മെഷർ ഫൈനൈറ്റ് ആണ്, അതിൻ്റെ സബ്സെറ്റുകളാണ് E1, E2 എക്സെട്ര En. പക്ഷേ ഇവിടെ E1, E2 എക്സെട്ര En ഡിസ്ജോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ യൂണിയൻ E ആണെന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, A B എ റിയൽ നമ്പർ. അപ്പോൾ A1, A2 എക്സെട്ര En എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇഫ് ഫൈ ഈക്വൽ ടു സമേഷൻ I വേരിയസ് ഫ്രം 1 to n AI കൈ EI, അതായത് ഇപ്പോൾ EIയിൽ ഒക്കെ AI എന്നുള്ള ഇമേജാണ് ഫൈക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ ക്യാൻ ബി റിട്ടൺ ആസ് സമേഷൻ I വേരിയസ് ഫ്രം 1 to n AI മെഷർ ഓഫ് E എന്ന് തന്നെ എഴുതാം. പക്ഷേ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം യൂണിയൻ E ആണെന്ന് നമുക്കറിയില്ല, അതുപോലെ AIs ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് നമുക്കറിയില്ല. രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ AIs ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആവണം പറഞ്ഞിട്ടില്ല. അപ്പോൾ കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിലും ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാമെന്നാണ് നമുക്ക് നോക്കുന്നത്. ഓക്കെ, സപ്പോസ് ദാറ്റ് E1, E2 എക്സെട്ര En ആർ പെയർവൈസ് ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ഓഫ് E. അവരുടെ യൂണിയൻ്റെ കാര്യം E ആണ് പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കുക. ആൻഡ് A1, A2 എക്സെട്ര En ആർ റിയൽ നമ്പർ സച്ച് ദാറ്റ് ഫൈ ക്യാൻ ബി റിട്ടൺ ആസ് സമേഷൻ I വേരിയസ് ഫ്രം 1 to n A വിത്ത് കൈ EI. A മേ ഓർ മേ നോട്ട് ബി ഡിസ്റ്റിങ്ക്റ്റ്. ഓക്കെ, ഇനി യൂണിയൻ EI ഈക്വൽ ആവണം നിർബന്ധമില്ല, AIs ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്നും നിർബന്ധമില്ല. അതിനർത്ഥം ഇവിടെ ഫൈക്ക് പക്ഷേ എന്തായാലും ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇമേജസ് മാത്രമേ ഉള്ളൂ. A1, A2 എക്സെട്ര En ആർ ദ ഇമേജസ് ഓഫ് ഫൈ. പക്ഷേ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാം, ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറയണമെന്നില്ല. ഓക്കെ, എനിവേ എന്തായാലും മാക്സിമം n ഇമേജസേ ഉണ്ടാവുള്ളൂ. റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ കുറയും. എന്തായാലും അതൊരു സിമ്പിൾ ഫംഗ്ഷനാണ്, കാരണം അതൊരു മെഷറബിൾ ഫംഗ്ഷൻ കൂടി ആയതുകൊണ്ട് സിമ്പിൾ ഫംഗ്ഷൻ ആയിരിക്കും. ഇനി ഇത് കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ആവണമെന്നില്ല എന്നുകൂടി പ്രത്യേകം ഓർക്കുക. ബീയിങ് എ സിമ്പിൾ ഫംഗ്ഷൻ ഫൈ ഹാസ് എ കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ഓൺ E സേ. അപ്പോൾ ഇനി ഇതിനെ കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ, നിലവിലുള്ള റെപ്രസെൻറ്റേഷനിൽ നിന്ന് നമുക്ക് കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ കണ്ടെത്താം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഏതൊരു സിമ്പിൾ ഫംഗ്ഷനും കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. വി കൺസിഡർ അവർ ഫൈ ആസ് എ സിമ്പിൾ ഫംഗ്ഷൻ, സോ ഇറ്റ് വിൽ ഹാവ് എ കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് λ1, λ2 എക്സെട്ര λm. ഓക്കെ, അപ്പോൾ ഈ ഇമേജസ് ഈ AIs തന്നെ ആയിരിക്കാം, പക്ഷേ m എന്ന് പറയുന്ന നമ്പർ എന്തായാലും n-നേക്കാൾ കുറവായിരിക്കും. ഓക്കെ, ഫൈ ഇസ് ഈക്വൽ ടു സമേഷൻ j വേരിയസ് ഫ്രം 1 to m λj കൈ AJ. AJs ആർ ദ കറസ്പോണ്ടിങ് പ്രീ ഇമേജസ് ഓഫ് λj. λjയുടെ പ്രീ ഇമേജ് ആണ് AJ എന്ന് പറയുന്നത്. ആൻഡ് AJs ആർ പെയർവൈസ് ഡിസ്ജോയിൻറ്റ് ആൻഡ് ദർ യൂണിയൻ മസ്റ്റ് ബി E must equal to E. λ1, λ2 etc. λs are distinct images and that should be a subset of A1, A2 etc. AN. Okay, by the definition of the Lebesgue integral of simple function, നമുക്ക് എന്താ അറിയാം, ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ ക്യാൻ ബി റിട്ടൺ ആസ് സമേഷൻ j വേരിയസ് ഫ്രം 1 to m λj മെഷർ ഓഫ് AJ നമുക്കറിയാം. ബട്ട് AJs മേ ഇൻ്റർസെക്റ്റ് വിത്ത് E1, E2 എക്സെട്ര En. ഇപ്പോൾ A1 തന്നെ ഈ പറയുന്ന E1, E2 എക്സെട്ര എല്ലാവരുമായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻ്റർസെക്റ്റ് ചെയ്യാം. Let ij equal to set of all I such that I varies from 1 to n and AJ intersection EI. ഓക്കെ, അപ്പോൾ I1 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് A1 എന്ന് പറയുന്ന സെറ്റ് ഏതെല്ലാം EIസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാം ഇൻഡെക്സ്. ഫോർ എക്സാമ്പിൾ A1 E1ഉം E2ഉമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ IJയിൽ 2 എലമെൻ്റ് ഉണ്ടാവുക, 1 and 2. ഓക്കെ, 1 and 2 ആണ് ഉണ്ടാവുക, അത് ഓർക്കുക. ആ കേസിൽ നമ്മൾ λjയുടെ വാല്യൂ അപ്പോൾ എന്തൊക്കെയായിരിക്കാം, രണ്ടുപേരുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് A1ലുള്ള വില AJയിലുള്ള വിലയാണെങ്കിൽ λj ആണ്. പക്ഷേ അത് E1ഉം E2ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് λjയുടെ വാല്യൂ ആരൊക്കെ ആയിട്ട് കോയിൻസൈഡ് ചെയ്യും, A1ഉമായിട്ടും A2ആയിട്ടും കോയിൻസൈഡ് ചെയ്യുന്ന പ്രത്യേകം ഓർക്കുക. Therefore IJ can be rewritten as set of all I such that AI equal to λj. I varies from 1 to n. Okay, so union of such intervals, such sets, indexer set ആണ് ഇവിടെ. Union j varies from 1 to m, IJ must be equal to 1 to up to n ആയി മാറും. Okay, and note that these IJs must be ഡിസ്ജോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആ 1, 2, 3 എക്സെട്ര n എന്ന് പറയുന്ന ഇൻഡെക്സ്ഡ് സെറ്റിനെ പാർട്ടീഷൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്ത്. I1, I2 എക്സെട്ര IM എന്ന രൂപത്തിൽ പാർട്ടീഷൻ ചെയ്തു. Therefore മെഷർ ഓഫ് AJ ക്യാൻ ബി റിട്ടൺ ആസ്, ഈ AJ EIസുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് മെഷർ ഓഫ് AJ ക്യാൻ ബി റിട്ടൺ ആസ്, AJയുടെ മെഷർ എന്ന് പറയുന്നത് കാരണം A1 ഇൻ്റർസെക്റ്റ് വിത്ത് E1 ആൻഡ് E2 ആണെങ്കിൽ A1 ക്യാൻ ബി റിട്ടൺ ആസ് A1 ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ A1 ഇൻ്റർസെക്ഷൻ E2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെഷർ ഓഫ് AJ എന്ന് പറയുന്നത് സമേഷൻ ഓവർ I എലമെൻറ്റ് ഓഫ് IJ മെഷർ ഓഫ് EI ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു j ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആണ്. അപ്പോൾ ഇവിടെ അത് പ്രത്യേകം ഓർക്കുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കിട്ടുക. ആക്ച്വലി ഈക്വൽ ആവണം നിർബന്ധമില്ല. മെഷർ ഓഫ് AJs ഈസ് ഈക്വൽ ടു
summation over I element of ij with measure of aj intersection ei ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ aj measure of aj intersection ei എന്ന് എഴുതണം, equal to measure of ei എന്ന് എഴുതാൻ പാടില്ല. Therefore summation I varies from 1 to n measure of ai into measure of ei can be written as summation over j varies from 1 to m summation over I element of ij ai into measure of ei. ബട്ട് അത് ഇ ഐയിലൊക്കെ ഇ ഐ എ ജെ ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനുള്ളിൽ എന്ത് സംഭവിക്കും? ജെ വേരീസ് ഫ്രം 1 to m സമ്മേഷൻ ഓവർ ഐ എലമെൻറ്റ് ഓഫ് ഐ ജെ ലാംഡ ജെ എലമെൻറ്റ് ഓഫ് മെഷർ ഓഫ് ഇ ഐ എന്ന് പറയാം, വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ജെ വേരീസ് ഫ്രം 1 to m ലാംഡ ജെ ഇൻറ്റു സമ്മേഷൻ ഓവർ ഐ എലമെൻറ്റ് ഓഫ് ഐ ജെ മെഷർ ഓഫ് ഇ ഐ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ജെ വേരീസ് ഫ്രം 1 to m ലാംഡ ജെ ഇൻറ്റു മെഷർ ഓഫ് എ ജെ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ദാറ്റ്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ സമ്മേഷൻ ഐ വേരീസ് ഫ്രം 1 to n എ ഐ മെഷർ ഓഫ് ഇ ഐ ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ ഓവർ ജെ വേരീസ് ഫ്രം 1 to m സമ്മേഷൻ ഓവർ ഐ എലമെൻറ്റ് ഓഫ് ഐ ജെ എ ഐ മെഷർ ഓഫ് ഇ ഐ വിത്ത് ഇ ഐ ഇൻ്റർസെക്ഷൻ എ ജെ ആണ് ശരിക്കും അവിടെ ഉള്ളത്, പ്രത്യേകം ഓർക്കുക. ഇ ഐന്ന് മാത്രമല്ല മെഷർ ഓഫ് ഇ ഐ ഇൻ്റർസെക്ഷൻ എ ജെ ആയിരിക്കും. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ എഴുതേണ്ടത് സമ്മേഷൻ ജെ വേരീസ് ഫ്രം 1 to m സമ്മേഷൻ ഐ എലമെൻറ്റ് ഓഫ് ഐ ജെ ലാംഡ ജെ ഇൻറ്റു മെഷർ ഓഫ് ഇ ഐ ഇൻ്റർസെക്ഷൻ എ ജെ എന്ന് എഴുതാം. ഓക്കെ, ഇ ഐ ഇൻ്റർസെക്ഷൻ എ ജെ എന്ന് പറയുന്നത് ആ കേസ് ഹോൾ എന്ന് പറയുന്നത് മെഷർ ഓഫ് എ ജെക്ക് തുല്യമായിരിക്കും. അപ്പോൾ മെഷർ ഓഫ് എ ജെ മുകളിൽ എഴുതിയതിൽ എററുണ്ട്. മെഷർ ഓഫ് എ ജെ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ എലമെൻറ്റ് ഓഫ് ഐ ജെ മെഷർ ഓഫ് എ ജെ ഇൻ്റർസെക്ഷൻ ഇ ഐ എന്ന അവിടെ ഈ ഒരു എ ജെ എന്നുള്ളത് മെഷർ ഓഫിനുള്ളിന് എഴുതാനുണ്ടായിരുന്നു. അതെല്ലായിടത്തും എഴുതേണ്ടതാണ്, അതൊരു എററാണ്, പ്രത്യേകം ഓർക്കുക കേട്ടോ. ഈ നോട്ടിലൊരു എററാണ്. ദെർഫോർ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ സമ്മേഷൻ ഐ വേരീസ് ഫ്രം എ ഐ ഇൻറ്റു മെഷർ ഓഫ് ഇ ഐ എന്നുള്ള കേസിൽ മെഷർ ഓഫ് ഇ ഐ എഴുതുന്നിടത്ത് നമ്മൾ എഴുതുന്നത് സമ്മേഷൻ ഐ എലമെൻറ്റ് ഓഫ് ഐ ജെ എ ഐ ഇൻറ്റു മെഷർ ഓഫ് എ ജെ ഇൻ്റർസെക്ഷൻ ഇ ഐ എന്നാണ് എഴുതേണ്ടത്. അവിടെ ഒരു എ ജെ ചേർക്കണം, എല്ലായിടത്തും അങ്ങനെ ചേർത്ത് വന്നാലേ ശരിയാവുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു സമ്മേഷൻ ജെ വേരീസ് ഫ്രം 1 to m ലാംഡ ജെ ഇൻറ്റു മെഷർ ഓഫ് എ ജെ എന്ന് എഴുതാം. ഇത് 2-3 സ്റ്റെപ്പുകൾ ചെറിയൊരു എററിലാണ് കിടക്കുന്നത്, ഓർക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ. Therefore integral over e phi is equal to summation over I varies from 1 to summation I varies from 1 to n wait a minute